സെൽഷ്യസ്, ഫാരൻഹീറ്റ്. നമ്മൾ സാധാരണയായി ടെമ്പറേച്ചർ അളക്കാനായി ഉപയോഗിക്കുന്ന രണ്ട് സ്കെയിലുകളാണ് ഇവ. രണ്ടും ടെമ്പറേച്ചർ അളക്കുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യമായി പറയട്ടെ, സെൽഷ്യസ് സ്കെയിൽ മെട്രിക് സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ട് ലോകത്തിൽ പല രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്ന സ്കെയിലാണ്. ഇത് ഡിസൈൻ ചെയ്തത് സ്വീഡിഷ് ആസ്ട്രോണമർ ആയിരുന്ന ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. 1742 അദ്ദേഹം വാട്ടറിനെ ബേസ് ചെയ്ത് ഈ സ്കെയിലിനെ ഡെവലപ്പ് ചെയ്തു. സംഗതി വളരെ സിമ്പിൾ ആണ്. വാട്ടർ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ്, ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ക്ലീൻ, ലോജിക്കൽ, മെട്രിക്. എന്നാൽ അതിനും 18 വർഷങ്ങൾക്ക് മുൻപ് 1724 തന്നെ പോളിഷ് ഫിസിസിസ്റ്റ് ആയിരുന്ന ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ഒരു ടെമ്പറേച്ചർ സ്കെയിൽ കണ്ടുപിടിച്ചിരുന്നു. ഇവിടെ വ്യത്യാസം എന്തെന്നാൽ സെൽഷ്യസ് നോർമൽ വാട്ടറിനെ ബേസ് ആക്കിയപ്പോൾ ഫാരൻഹീറ്റ് സോൾട്ട് വാട്ടർ മിക്സറിനെയാണ് ബേസ് ആക്കിയത്. സോൾട്ട് വാട്ടർ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി ഫാരൻഹീറ്റ് ആയി സെറ്റ് ചെയ്തു. അതുകൊണ്ട് നോർമൽ വാട്ടർ ഫ്രീസിംഗ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആയി, ബോയിലിംഗ് പോയിന്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആയി. ഇവിടെ വാട്ടർ ഫ്രീസിംഗും ബോയിലിംഗും തമ്മിൽ 180 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. പിന്നീട് സയൻസിൽ വളരെ പ്രധാനമായ ഒരു സ്കെയിൽ കൂടി വന്നു. 1848 സ്കോട്ടിഷ് ഫിസിസിസ്റ്റ് ആയിരുന്ന വില്യം തോംസൺ ഫസ്റ്റ് ബാരൻ കെൽവിൻ പ്രപ്പോസ് ചെയ്ത കെൽവിൻ സ്കെയിൽ. ഇത് അബ്സല്യൂട്ട് സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സയന്റിഫിക് കാൽക്കുലേഷൻസിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നെഗറ്റീവ് വാല്യൂസ് വരില്ല. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, കെൽവിൻ എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചർ യൂണിറ്റ് മാത്രമല്ല, അത് സ്കോട്ട്ലൻഡിലുള്ള ഒരു നദിയുടെ പേര് കൂടിയാണ്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട്. ഒരു പോയിന്റിൽ സെൽഷ്യസും ഫാരൻഹീറ്റും ഈക്വൽ ആവും. അതേതാണെന്ന് അറിയാമോ? ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യും.